Hello guys, എല്ലാവർക്കും നമ്മുടെ ഇറ്റ്സ് മൈ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കേ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോയുമായിട്ട് വന്നേക്കാണ്. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളം ടെക്കീസിൽ ഓൾറെഡി ഒരു മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടൈം പോലെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താണ്. ജംഗ്ലി റമ്മി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ കുറേ പൈസയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ഇന്ത്യയിൽ തന്നെ ലീഗലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ജംഗ്ലി റമ്മി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിൽ 30 മില്യൺ പ്ലസ് യൂസേഴ്സാണ് ജംഗ്ലി റമ്മി കളിക്കുന്ന ആൾക്കാരുള്ളത്. അതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അതല്ലാതെ ഇതിൽ ഒരുപാട് ടൂർണമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൂർണമെന്റ്സ് ഒക്കെ കളിച്ച് നിങ്ങൾ ക്യാഷ് വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു വെൽക്കം ബോണസ് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങളൊരു 100 രൂപ അതിലിട്ടാൽ നിങ്ങൾക്ക് 100 രൂപ തന്നെ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ 200 രൂപ കിട്ടും വെൽക്കം ബോണസ് ആയിട്ട്. പിന്നെ ഇതിലൂടെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് അവിടെ 0 വിഡ്രോവൽ ഫീസാണ്. അതായത് നമുക്കിപ്പോൾ 100 രൂപ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെയായിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ KYC ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് എന്തായാലും താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് 18+ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, കാരണം നമുക്ക് ബാങ്കും പൈസയൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ എന്തായാലും 18 താഴെ ആയിട്ടുള്ള കുട്ടികൾക്ക് ആർക്കും ഞാനിത് റെക്കമെൻഡ് ഒട്ടും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടേതായ റിസ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. This game involves an element of financial risk and may be addictive. Please play responsibly and at your own risk. പിക്സൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വോയിക്കൽ ലാർക്ക് എക്സ് എന്ന് പറയുന്ന മൈക്രോഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് അതിൽ പോസ്റ്റ് ചെയ്തായിരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാനോണിൻ്റെ 200D എന്ന് പറയുന്ന മോഡലാണ്. 200D ഏറ്റവും ആദ്യത്തെ മോഡലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാമറയിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ മാക്സിമം ഷൂട്ട് ചെയ്യാറ്. പിന്നെ നമ്മൾ വ്ളോഗ് ടൈപ്പ് വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലായിരിക്കും. കാരണം നമുക്ക് പിടിച്ച് അധികം വെയിറ്റ് ഒന്നും ഇല്ലാതെ പിടിച്ച് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ. കാരണം കാനോൺ 200D വെച്ചിട്ട് ഒരിക്കലും നമുക്ക് വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ഒരു ട്രൈപോഡിൽ വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള വീഡിയോസും അതുപോലെ അൺബോക്സിങ് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാനോൺ 200D വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ബോയ BYM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മൈക്രോഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വയേർഡ് മൈക്രോഫോണാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോഫോൺ ഒരു ലാവലിയർ മൈക്രോഫോണാണ്. ഓക്കെ, അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു വയർലെസ് മൈക്രോഫോണിലേക്ക് ഇന്ന് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ ഷൂട്ട് ചെയ്യാൻ പോയാലും ഞാൻ നമ്മുടെ വീഡിയോസ് ചെയ്യുന്നത് മാത്രമല്ല, അതല്ലാതെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പുറത്ത് ആളുകൾക്ക് വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ വർക്ക് പോലെ ഒരു ഫ്രീലാൻസ് വർക്ക് പോലെ. അപ്പോൾ എന്താ പറയുക, എവിടെ പുറത്ത് ഷൂട്ട് ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ വയറ് മൊത്തം ഇങ്ങനെ നിലത്ത് കിടന്ന് എൻ്റെ 2 ബോയയുടെ മൈക്ക് ഞാൻ മാറിയിട്ടുണ്ട്. മൊത്തം എനിക്കിപ്പോൾ 3 മൈക്രോഫോണായിട്ടുണ്ട്. ബോയയുടെ ആ ഒരു ലെവലിയർ മൈക്രോഫോൺ, വയേർഡ് മൈക്രോഫോൺ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ വയറൊക്കെ ചവിട്ടി കൂട്ടി പോവും, അല്ലെങ്കിൽ വളച്ച് വെച്ച് മൊത്തം ഇതായി പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്കൊരു വയർലെസ് മൈക്രോഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നോക്കി, പല ബ്രാൻഡിൻ്റെയൊക്കെ നോക്കി. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് അത്ര ഒതുങ്ങുന്ന രീതിയിലുള്ളതൊന്നും കിട്ടിയില്ല. കാരണം മൈക്രോഫോൺസ് നല്ലതൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ബഡ്ജറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ തപ്പണ സമയത്താണ് നമ്മൾ കണ്ടത്. ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് പിക്സലിൻ്റെ വോയിക്കൽ ലാർക്ക് എക്സിനെ പറ്റി അറിയാനായിട്ട് അറിയാനായിട്ട് പറ്റിയത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി, കുഴപ്പമില്ലാത്ത റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ ഇത് മേടിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് മേടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വയർലെസ് മൈക്രോഫോൺ വോയിക്കൽ ലാർക്ക് എക്സ് എന്ന് പറയുന്നത്. പെട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ നമ്മുടെ മലയാളം ടെക്കീസിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, കാണാത്തവർ ഞാൻ പറഞ്ഞില്ലേ, ടൈം പോലെ ഒന്ന് കയറി നോക്കുക. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റൊക്കെ നമുക്ക് ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ ഫുള്ള് നമ്മൾ ഈ ഒരു മൈക്രോഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ ഇവിടെ ക്ലിപ്പ് ചെയ്തിരിക്കണതാണോ, ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വോയിക്കൽ ലാർക്ക് എക്സ് എന്ന് പറയുന്ന മൈക്രോഫോൺ. അപ്പോൾ ഈ ഒരു മൈക്രോഫോണിലാണ് നമ്മളിപ്പോൾ ഓഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് ക്ലിപ്പ് ചെയ്ത് തരാം. നമുക്കൊരു ക്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഷോൾഡറിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അവിടെ ക്ലിപ്പ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇത് എത്ര മീറ്റർ വരെ പോവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കവറേജ് ഏരിയ എങ്ങനെയാണ്, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വയർലെസ് മൈക്രോഫോൺസ് മേടിക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ എടുക്കുക. പിന്നെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മേടിക്കുക. ഇത് ഞാൻ മേടിച്ചപ്പോൾ ഏകദേശം ഒരു 214 $214 ആയത്. Amazon.com നിന്നാണ് മേടിച്ചത്. Amazon.com ഇല്ല ഈ ഒരു മൈക്രോഫോൺ. അപ്പോൾ Amazon.com നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്ത്. $214 എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 to 16,000 അടുത്താണ് നമുക്ക് ഇതിനൊരു പ്രൈസ് റേഞ്ച് വരെ ഇന്ത്യൻ റുപ്പി. ബാക്കിയൊക്കെ നമ്മൾ Amazon.in നോക്കിയത് പല മൈക്രോഫോണും 20,000 25,000 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അത്രയും രൂപയുടെ ഒരു ഇതെടുക്കാനുള്ള ബഡ്ജറ്റൊന്നും എൻ്റെ ഉണ്ടായില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 2 യൂണിറ്റുള്ള മൈക്രോഫോണാണ്. അതായത് ഇതിപ്പോൾ ഒരെണ്ണം, ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 2-3 പേര് അല്ലെങ്കിൽ 2 പേരൊക്കെ ആയിട്ട് വീഡിയോ കൊടുക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ മോഡലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം ഒരാൾക്ക് അത് പിൻ ചെയ്ത് കൊടുക്കുക, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈക്രോഫോണിൻ്റെ ഔട്ടാണ്. ഞാൻ വേറെ എഡിറ്റഡ് ഒന്നുമില്ല, റോ ഔട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എത്രയാണ്, 1 അടി 2 അടി, എനിക്ക് അടി പറയാനറിയില്ല, അതുകൊണ്ട് അടുത്ത് തന്നെയാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ക്യാമറയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഇറങ്ങി പോവാം. അപ്പോൾ നിങ്ങൾക്ക് വോയിസിൽ എന്തെങ്കിലും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ അപ്പോൾ ഇത്രയും ബാക്കിലോട്ട് ഇറങ്ങിയായിട്ട് നിൽക്കണേ. ഓക്കെ, ഇത്രയും ബാക്കിലോട്ട് ഇറങ്ങിയാണ് നിൽക്കണേ. എന്നാലും നിങ്ങൾക്ക് ഓഡിയോ കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, റിസീവർ യൂണിറ്റിലേക്ക് ഇതിൻ്റെ ഔട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം ഞാൻ ഓൾറെഡി ഇപ്പോൾ വീടിൻ്റെ പുറത്താണ്. അപ്പോൾ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടികളുടെയൊക്കെ ഒച്ച കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി കയറി പോവാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ മൈക്ക് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നോക്കുക. ഈ ഒരു കമ്പനി പറയണത് എന്താണെന്ന് വെച്ചാൽ 20 മീറ്റർ വരെ സാധാ നമ്മുടെ ഒരു ഇതില്ലേ, അതായത് 20 മീറ്റർ വരെ നമുക്ക് സാധാ കണക്ഷൻ ഡയറക്റ്റ് ഇത് കിട്ടും, റേഞ്ച് കിട്ടും. ഇനി അതല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഭിത്തിയില്ലേ, ഞാൻ ഈ ഭിത്തിയുടെ അപ്പുറം പോയി നിന്നാൽ ഇതിൻ്റെ കണക്ഷൻ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ റീജിയൻ നമ്മുടെ റേഞ്ച് വരുന്ന സാധനം അത് അവർ തടയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും നിങ്ങൾക്ക് റേഞ്ച് കിട്ടില്ല. അതല്ലാതെ ഓപ്പൺ സ്പേസിൽ നിങ്ങൾക്ക് 20 മീറ്റർ വരെ നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയണത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ 2 ആൻറ്റീനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റീന കണക്ട് ചെയ്താൽ പിന്നെയും കുറച്ചും കൂടി ഒരു 60, 40, 50 60 അടുത്ത് നമുക്ക് പിന്നെയും ദൂരം റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ DSLR ഒക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകാർ എന്തായാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നവർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് മൈക്രോഫോൺ. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വയർലെസ് മൈക്രോഫോൺ ആയിരിക്കും ഉപയോഗിക്കുക. വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സിമ്പിളൊക്കെ തന്നെയാണ്. വയേർഡാണെന്നാണ് എൻ്റെ ഒരു വയേർഡ് മൈക്രോഫോൺ അല്ല, കൊള്ളില്ല എന്നൊന്നല്ല ഞാൻ പറയണം. ഞാനത് തന്നെയാണ് യൂസ് ചെയ്ത് വന്നതൊക്കെ. പക്ഷേ നമുക്കെന്താ പറയുക, കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് വയർലെസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വയറിൻ്റെ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വിമാനം പോകുന്നുണ്ട്. അപ്പോൾ ഒച്ച കേൾക്കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇനി ഇതിന്മേൽ ഒരു 1 ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ചുമ്പോൾ ഞാനൊന്ന് ടാപ്പ് ചെയ്താൽ ഇത് നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന മോഡോ. അപ്പോൾ ഞാൻ അതൊന്ന് ടാപ്പ് ചെയ്യാണ്. ഓക്കെ, ടാപ്പ് ചെയ്തു. ഇവിടെ ലൈറ്റ് മാറിയിട്ട് ഒരു യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വോയിസും ചേഞ്ച് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കാരണം നോയ്സൊന്നും ഉണ്ടാവില്ല. നോയ്സ് ഉണ്ടാവില്ല എന്നാണ് അവർ പറയണത്. എന്നാലും നോയ്സ് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് ഔട്ട് എന്താണോ വരുന്നത് ആ ഒരു സംഭവമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ. യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയുണ്ടാവും ഈ ഒരു സൗണ്ട്, അത് ടാപ്പ് ചെയ്തിട്ട് വലിയ വ്യത്യാസം കാര്യങ്ങളുണ്ടോ എനിക്ക് അറിയില്ല, നിങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി ഞാൻ ടാപ്പ് ചെയ്യാണ്. ഓ, ഇപ്പോൾ അത് വൈറ്റ് കളറായിട്ടുണ്ട്. അതായത് ആദ്യത്തെ നോർമൽ മോഡ്. എനിക്ക് നോർമൽ മോഡിലിട്ട് റെക്കോർഡ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ 1 ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു നോയ്സ് റിഡക്ഷൻ മോഡ് ഇടുമ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല മീൻസ് ഒച്ചയ്ക്ക് എന്തോ എൻ്റെ ഒരു ചെറിയ മാറ്റം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു നേരത്തെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ നോർമൽ മോഡിലാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല പക്ക ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നോർമൽ മോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കേൾക്കുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ കുറച്ച് ടെക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, നമുക്ക് കുറച്ച് അൺബോക്സിങ് കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, എന്താ വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുത്തി നിങ്ങൾ കാണുമെന്നുള്ളൂ. പിന്നെ ടെക് വീഡിയോ ഒന്നുമല്ല, നമ്മുടെ ഒരു ചാനൽ വ്ളോഗ് ചാനലാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാനായിട്ട് മേടിക്കുന്ന ഗാഡ്ജറ്റുകളും
അങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെയാണ് എനിക്ക് പരിചയപ്പെടുത്താനായിട്ട് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി. പിന്നെ നമ്മുടെ എക്സ്മൈ സ്റ്റോറീസ് ചാനൽ 120K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ ഇവിടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ മീറ്റ് ദ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റ് മൈ ഫാമിലി എന്ന് പറയുന്ന ഒരു സീരീസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഒപ്പം വീഡിയോ ചെയ്യുന്നവരെല്ലാവരെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. നമ്മൾ ഗെയിം തെറാപ്പിസ്റ്റിനെ കണ്ടു, ടോംസിനെ കണ്ടു, സില്ലുവിനെ കണ്ടു, സിൽസില. അപ്പോൾ ഇനിയും കുറേ ആളുകളെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ആരെ കാണണം, ആരെ നമുക്ക് പോയി മീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് അറിയുള്ളൂ. റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്കാണ് നമ്മുടെ ഒപ്പം വീഡിയോ ചെയ്യുന്നവരും എല്ലാവരെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമുക്ക് അടുത്ത ആളെ മീറ്റ് ചെയ്യാൻ ടൈം ആവാറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു ഈ വയർലെസ് മൈക്രോഫോൺ കിറ്റ്. ഓക്കെ, ഇത് 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ്. ഓക്കെ, അപ്പോൾ കുറേ ഫീച്ചേഴ്സൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിഡിലിനാട്ടോ ഗൈസ്. ഒരു യൂണിറ്റ് ഏകദേശം 4 മണിക്കൂർ വരെ നമുക്ക് കിട്ടും. അങ്ങനെ 4 മണിക്കൂറിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് ഇതിൻ്റെ ഒരു കേസ് ഉണ്ട്, പൗച്ചുണ്ട്. പൗച്ചിലിട്ടിട്ടും 3 ടൈംസ് വരെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 12 ഹവേഴ്സ് മൊത്തം കിട്ടും. 12 ഹവേഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് 2 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, 24 മണിക്കൂർ നമുക്ക് ടോട്ടൽ, അതായത് സിംഗിൾ യൂണിറ്റ് എന്ന് ഉദ്ദേശിച്ചത്രേ. ഈ ഒരു ഒറ്റ സാധനം ഇങ്ങനെ ഒരാൾ നിന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 യൂണിറ്റും വെച്ച് ഏകദേശം 24 മണിക്കൂർ, ഒരു ദിവസം ഫുൾ ഷൂട്ട് ചെയ്യാനുള്ള ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് കിട്ടും ചാർജ് വഴി. അപ്പോൾ എന്തായാലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇതാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മൈക്രോഫോൺ വച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഇത് തന്നെയാണ്. പ്രോഡക്റ്റ് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇങ്ങനെ ഒരു മൈക്രോഫോണൊക്കെ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, റിവ്യൂസ് കാര്യങ്ങളൊക്കെ നെറ്റിൽ നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മേടിക്കാം. Amazon.com ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. Amazon.com ലിങ്കും പിന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞ ജംഗ്ലി റമ്മി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക ഗൈസ്.